കർത്താവ് തനിക്കു വേണ്ടി തിരഞ്ഞെടുത്ത ജനത ഭാഗ്യമുള്ളവർ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, നമുക്ക് വചനം പഠിക്കാമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് 6 ദിവസം അധ്വാനിച്ചു, സകലതും സൃഷ്ടിച്ചു. അവസാനം 7-ാമത്തെ ദിവസം അവിടുന്ന് വിശ്രമിച്ചു. അത് വിശ്രമത്തിൻ്റെ ദിവസമായി അല്ലെങ്കിൽ സാബത്തായി അറിയപ്പെടുന്നു. ഇനി അവിടുന്ന് ആരംഭത്തിൽ പ്രവർത്തിച്ചത് 6 ദിവസവും വിശ്രമിച്ചത് 1 ദിവസവും, അങ്ങനെ 7 ദിവസങ്ങളാണ്. അപ്പോൾ ഈ 7 എന്ന് പറയുന്നത് ദൈവ പദ്ധതിയിൽ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. ഇനി ദൈവം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ച ആ പൂർണ്ണത മനുഷ്യരും പൂർണ്ണതയോടുകൂടെ സഹകരിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നവരായി നമ്മൾ മാറും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം പഠിക്കുവാനായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യവും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യവും, പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം, അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലെ വചനം നമുക്ക് പഠിക്കാം. ഇവിടെ ആദ്യം പുതിയ നിയമത്തിൽ നിന്നും തുടങ്ങാം. വിശുദ്ധ മത്തായി 7:7 അത് ഇപ്രകാരം പറയുന്നു: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന്. അതായത് ഈ കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട്, ദൈവത്തിൽ ധ്യാനിച്ചുകൊണ്ട് അന്വേഷിക്കുന്നവന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്, ചോദിക്കുന്നവന് ലഭിക്കുകയാണ് ചെയ്യുന്നത്, മുട്ടുന്നവന് തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ 7 ദിവസം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ആ കർത്താവിൻ്റെ പ്രവർത്തനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനോട് ചോദിക്കുവാനായിട്ട്, കർത്താവിനെ അന്വേഷിക്കുവാനായിട്ട്, അവിടുത്തെ മുട്ടി സ്വർഗം തുറന്ന് കിട്ടുവാനായിട്ട് 1 ദിവസം നമുക്ക് അവിടുത്തെ ആരാധിക്കുവാനായിട്ട് ലഭിക്കുന്നു. ബാക്കിയുള്ള ദിവസം അവിടുത്തെ ആരാധിക്കേണ്ട എന്നല്ല, മറിച്ചു ഈ പ്രവർത്തനങ്ങളിലൂടെ അവിടുത്തെ ആരാധനയിലേക്കും, ആ ആരാധനയിൽ അവിടുത്തോട് ചോദിച്ചുകൊണ്ട്, അന്വേഷിച്ചുകൊണ്ട്, മുട്ടിക്കൊണ്ട് അവിടുത്തെ അനുഭവിച്ചറിയുവാനുമായിട്ട് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഈ പഴയ നിയമം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഇവിടെ ഇപ്രകാരം പറയുന്നു: വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പേട്ടകത്തിൽ കയറി എന്ന്. പ്രിയപ്പെട്ടവരെ, അതായത് അവർ ദൈവകൽപ്പനയനുസരിച്ച് ഇത്തരത്തിലുള്ള പേട്ടകം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനായിട്ട് അവർ ആ പേട്ടകത്തിനുള്ളിലേക്ക് കയറി എന്നാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ പ്രത്യേകമായിട്ട് കടമുള്ള ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത് എന്താണ്? ഈ ലോകത്തിൻ്റെ ആയിട്ടുള്ള മോഹമായകളിലേക്ക് മുങ്ങേണ്ടവരല്ല നമ്മൾ എന്ന്, മറിച്ചോ ദൈവത്തിൻ്റെ സംരക്ഷണത്താൽ രക്ഷിക്കപ്പെടേണ്ടവരാണ് എന്ന്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാം വാക്യം ധ്യാനിക്കുമ്പോഴും
അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൽ 7-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിക്കുമ്പോഴും ഇത് കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് അവിടുത്തെ ആ കൽപ്പനയോട് ചേർന്ന് അനുസരിച്ച് അതിനോട് ചേർന്ന് ജീവിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നുള്ളതാണ്. ആയതിനാൽ അവിടുത്തെ വചനങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.